ഇപ്പോൾ നമുക്ക് ഫേമസ് ആയി ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബോച്ചെട്ടി പൗഡർ. ഇപ്പോൾ ബോച്ചെട്ടി പൗഡർ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ബോച്ചെട്ടി പൗഡർ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്കി ടിക്കറ്റ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു 100 ഗ്രാം ടീ പൗഡറാണുള്ളത്. ഇത് 40 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഈ നറുക്കെടുപ്പ് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അപ്പോൾ നറുക്കെടുപ്പിന് എല്ലാ ദിവസവും 10:30-ക്കാണ് അതിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് 10:30-ക്ക് ഒരു നറുക്കെടുപ്പ് ഉണ്ടാവും. നല്ലൊരു ഭാഗ്യശാലി ഉണ്ടാവും. 10 ലക്ഷമാണ് നമുക്കൊരു ഭാഗ്യശാലിക്ക് ഡെയിലി നമ്മൾ നമ്മുടെ ബോച്ചെ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നറുക്കെടുപ്പിൽ നമ്മൾ പങ്കാളികളാവുക എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 100 രൂപയോ 200 രൂപയോ എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതും ഞങ്ങൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു ലക്കി ടിക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ടാണ് നമ്മുടെ കൂപ്പൺ ഇരിക്കുന്നത്. നമുക്ക് കൂപ്പൺ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂപ്പൺ. അപ്പോൾ ഈ കൂപ്പൺ കണ്ടില്ലേ, ഈ കൂപ്പണിൻ്റെ ഇതാണ് നമ്മുടെ QR കോഡ്. ഇപ്പോൾ ഇത് നമ്മൾ ഗൂഗിളിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം ആ വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ പേ അല്ല കേട്ടോ, പല ആൾക്കാർക്കും സംശയമുണ്ട് ഗൂഗിൾ പേ ആണോ എന്ന്. പക്ഷെ ഗൂഗിൾ പേ അല്ല, നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സ്കാനർ ബട്ടൺ കാണാൻ പറ്റും, സ്കാൻ ചെയ്യുന്ന ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ QR കോഡ്, നമ്മുടെ ബോച്ചെ കൂപ്പൺ, ബോച്ചെ ടീ പാക്കിലുള്ള നമ്മുടെ ഈ കൂപ്പണിൻ്റെ QR കോഡ് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ QR കോഡ് നമ്മുടെ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ bochetti.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ചോദിക്കും. ഇവിടെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൂപ്പണിൻ്റെ അകത്ത് നമ്മുടെ ബോച്ചേൻ്റെ പിക്ചറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു കൂപ്പൺ കോഡ് കാണാൻ പറ്റും. ആ കോഡാണ് നമ്മൾ ഈ കൂപ്പൺ കോഡ് ചോദിക്കുന്ന സ്ഥലത്ത് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. പേര് എൻട്രി ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ, നമുക്ക് എന്ത് ഫോൺ നമ്പറാണോ അത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ കൂപ്പൺ കോഡ് എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് 01D നമ്മൾ കൂപ്പൺ കോഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ, ഇങ്ങനൊരു ഇത് കാണിക്കും, എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഇത് സക്സസ് ആയി എന്നാണ് അർത്ഥം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിനകത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്യാം. ഈ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക്, ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ബോച്ചെട്ടി കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മുടെ ടിക്കറ്റ് നമ്പർ വരുന്നത്. ഈ ടിക്കറ്റ് നമ്പർ ഈ ടിക്കറ്റിൻ്റെ നമ്മൾ സ്കാൻ ചെയ്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടിക്കറ്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് നമ്മൾ മെസ്സേജ് നോക്കാൻ വേണ്ടി പോയതിന് ശേഷം നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ bochetti.com എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് bochetti.com അടിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വീണ്ടും കയറാം. അപ്പോൾ bochetti.com. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ 100 രൂപ വിൻ ചെയ്യുന്നവരുണ്ടാവും, 1000 രൂപ കിട്ടുന്നവരുണ്ടാവും, 25,000 ഒക്കെ വിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ സംശയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഈ ഗൂഗിളിനകത്ത് bochetti.com എന്ന് അടിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ വെബ്സൈറ്റിലേക്ക് നമ്മൾ വീണ്ടും കയറിയതിന് ശേഷം നമ്മൾ ഇവിടെ 2 ഓപ്ഷൻ കാണിക്കും. ഒന്ന് സൈൻ ഇൻ എന്നും കാണിക്കും, രജിസ്റ്റർ എന്നും കാണിക്കും. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം, രജിസ്റ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ ഒരു ഇത് കാണിക്കും, കുറേ ഫില്ല് ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ
പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് നമുക്ക് കറക്റ്റ് ആവാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം അതിൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ ഐ ഡി നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്ക് സ്റ്റേറ്റ് നമുക്ക് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആധാർ ചോദിക്കുന്നുണ്ട്, പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആധാറോ പാൻ കാർഡോ ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു bochetti.com നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും അടിച്ചു കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വിൻ ചെയ്ത എമൗണ്ട് കാണണം, അത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൈ ടിക്കറ്റ്സ്, പ്രോഡക്ട്സ് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ മൈ ടിക്കറ്റ്സിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത ടിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കും. പിന്നെ നമ്മുടെ മൈ ബാലൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെയാണ് നമ്മുടെ വിന്നിങ് എമൗണ്ട് കാണിക്കുക. ഇവിടെ എത്രയെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് വിൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എമൗണ്ട് കാണിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ വിൻ ചെയ്ത എമൗണ്ട് ഒന്നും കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇവിടെ നമുക്ക് എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ, ഈ ടിക്കറ്റ് നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ടിക്കറ്റ് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. ടിക്കറ്റ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിലൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ടിക്കറ്റിൻ്റെ ഡീറ്റെയിലോ നമ്മൾ വിൻ ചെയ്ത എമൗണ്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, bochetti.com എന്ന് ഗൂഗിളിനകത്ത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രം നമുക്ക് ഡീറ്റെയിലൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സൈഡിന് ഇല്ലേ ഈ 3 ലൈനിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ലോഗിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പറും ഏത് പാസ്വേഡാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈൻ ഇൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ എല്ലാ ഡീറ്റെയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ ദിവസവും രാത്രി 10:30 നമ്മുടെ നറുക്കെടുപ്പ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള നമ്മുടെ കൂപ്പൺ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ലൊരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.